ഹായ് ഹലോ നമസ്കാരം. ഞാൻ റൂബി ചട്ടിയൻ തവി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മൈസൂർ പാക്ക ഉണ്ടാക്കാൻ പോകുന്നു. മൈസൂർ പാക്ക എന്ന് പറഞ്ഞാൽ വായിലിട്ട നല്ല മെൽറ്റായി പോകുന്ന ഒരു മൈസൂർ പാക്ക. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് എത്രയാണെന്ന് പറയുന്നതിന് മുമ്പ് ചട്ടിയൻ തവി ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ലൈക്കും കമന്റ്സും തരണം. പിന്നെ അതിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. പിന്നെ ചെറിയ ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നോക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബേസൻ പൗഡർ ഈ കപ്പിന് 1.5 കപ്പ്. ഈ കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ്. ഇതിന് 1.5 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ കപ്പിന് തന്നെ 2.5 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് നെയ്യ്. ആ കപ്പിന് 2 കപ്പ് നെയ്യ് വേണം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. കടലമാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കടലമാവിന്റെ പച്ച സ്മെല്ല് പോകണം. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിക്കകത്തോട്ട് ഈ കടലമാവ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റായിട്ട്. ഒത്തിരി ഫ്രൈ ആകല്ലേ. ഫ്രൈ ആയാൽ നമ്മുടെ മൈസൂർ പാക്കിന്റെ കളറേ ചേഞ്ച് ആകും. നമുക്കിത് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ കടലമാവ് ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ സ്റ്റൗ ഓഫ് ആക്കുന്നു. ഈ കടലമാവ് തണുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. കാരണം ഈ കട്ടയൊക്കെ മാറി കിട്ടും. കട്ടയൊക്കെ ഇല്ലാതിരുന്നാൽ നമ്മുടെ മൈസൂർ പാക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പൊ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പൊ ഞാൻ വേറൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് വെച്ചിരുന്ന 2.5 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നു. ഈ ഷുഗറിനകത്ത് വെള്ളം ചേർക്കണം. ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അതേ കപ്പിന് 1.5 കപ്പ് വെള്ളം ഇതിനോട് ചേർത്ത് ഇത് മെൽറ്റായി വരണം നല്ലതായിട്ട്. ആ സമയത്ത് ഞാൻ കടലമാവ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ കടലമാവ് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്, സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷുഗറും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് 100 പരുവാണ്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കടലമാവ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഷുഗർ 100 പരുവായോന്ന്. ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ പൊട്ടാതെ നിൽക്കുന്നത് വെക്കാം. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ മാവ് ഇത്രയിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്യണേ. ഈ കട്ട എല്ലാം മിക്സ് ആകും. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടാൽ മതി. ഞാനപ്പോൾ ഈ മാവെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടെ. കുറേശ്ശെ ഒന്നിച്ചിട്ടല്ലേ നിങ്ങൾ ഒരു 10 പ്രാവശ്യമായിട്ട് ഇട്ട് ചെയ്താൽ അത്ര നല്ലതാണ്. ആദ്യമേ നമ്മൾ കടലമാവ് ഷുഗർ സിറപ്പിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും. പിന്നെ കുറേശ്ശെ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ആയിക്കും. നമ്മളിങ്ങനെ കുറേശ്ശെ ഇട്ടാം. ഇത്രയും മാവ് ഒരു 10 പ്രാവശ്യമായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനപ്പോൾ ഇത് ഫുള്ളായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ കടലമാവും ഷുഗറും നല്ലതായിട്ട് മിക്സ് ആയി. നമ്മൾ ഇതിനകത്ത് 2 കപ്പ് നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ കുറേശ്ശെ ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യും. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മൊത്തം കടലമാവിനകത്ത് മിക്സ് ആയിക്കോളും.
ഇനി നമുക്കൊരു അരക്കപ്പ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഇപ്പൊ കണ്ടോ കടലമാവും ഈ നെയ്യും കൂടി ഇങ്ങനെ വേറൊട്ട് കിടക്കും. ഇത് തന്നെ മിക്സ് ആയിക്കോളും. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതൊക്കെ ഇളക്കും. നെയ്യ് കുറച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ബാക്കിയിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് ആയുള്ളൂ. ഇനി 1 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യമേ ഒഴിച്ച നെയ്യ് മൊത്തം ആ കടലമാവ് വലിച്ചെടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കൊടുക്കണം. അതായത് പകുതി ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ മൈസൂർ പാക്ക് നല്ല സ്മൂത്ത് ആയിട്ട് വരത്തുള്ളൂ. വായിലിട്ടാൽ നല്ല മെൽറ്റ് ആകുന്നത് നെയ്യ് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ. നെയ്യ് കുറവാണെങ്കിൽ മൈസൂർ പാക്ക് സ്മൂത്ത് ആയിട്ട് വരത്തില്ല, കട്ടിയായിട്ടുണ്ടാവും. ഇങ്ങനെ ഇളക്കി ഇതിനകത്ത് യോജിക്കണം. അതിനാ പറയുന്നത് നെയ്യ് മൊത്തം നമ്മുടെ കടലമാവ് കുടിക്കുന്നുണ്ട്. കണ്ടോ? നമ്മുടെ നെയ്യ് മൊത്തം ഈ കടലമാവ് കുടിക്കുക. നമ്മൾ ഇറക്കുന്നതനുസരിച്ച് അത് വലിച്ചെടുത്തോണ്ടേ. മാവ് കുടിച്ച് ഇനി ബാക്കിയിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത 2 കപ്പ് നെയ്യും നമ്മുടെ കടലമാവ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതാ പരുവ കണ്ടോ? ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരും. കണ്ടോ? നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ കണ്ടോ? നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട്. ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് മൊത്തം ഈ കടലമാവ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ട്രെയിലോട്ട് മാറ്റാം. ഇതൊരു ട്രെയിലോട്ട് മാറ്റുന്നു. നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തൊരു ട്രേ ആയിരുന്നേ. നിങ്ങൾക്ക് നെയ്യോ ബട്ടർ പേപ്പറോ ഒക്കെ ഇടാവേ. ഞാൻ എല്ലാവരും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമുക്കിത് നല്ലതായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം നല്ലതായിട്ട് ഒരു ട്രെയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് തണുത്ത് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾക്കിത് തണുക്കുന്നതിന് മുമ്പ് ഇത് കോഡിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഏത് സൈസ് വേണോ ആ സൈസിൽ നമുക്ക് കോഡിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിന് ഫുള്ളാ കോഡ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് തണുത്ത് വരട്ടെ. തണുത്ത് വന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മൈസൂർ പാക്കൊക്കെ ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഒക്കെ നോക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കി. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വായിലോട്ട് വെച്ചാൽ നല്ല മെൽറ്റായി പോകുന്നു. വായി വെക്കുന്നതും അറിയാം, വായിന്ന് അലിഞ്ഞു പോകുന്നതും അറിയാം. അതുപോലെ നല്ല ടേസ്റ്റാണ്. കിടു എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു കിടു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടിരിക്കണം. അതുവരെ നിങ്ങളുടെ റുബി. ബൈ.